ഇത് പരീഷ്, ഇത് പൂർണേഷ്. ഇവന്മാർ രണ്ടുപേരുമാണ് ഈ നാട്ടിലെ വളർച്ച മുരടിച്ചു പോയ ബോൺസായി മരങ്ങൾ. സൂപ്പർ ഡ്രിബിളിംഗ് ആടാ. എടാ അച്ഛൻ പറഞ്ഞിട്ടുണ്ട് എടങ്കാൽ ചെയ്യുന്നത് വലങ്കാലം അറിയരുതെന്ന്. അച്ഛനായിട്ട് ജനിച്ചാ മതിയായിരുന്നു. ഇനി ഷോ ഇറക്കിയാൽ മതി. ഇനി നമുക്ക് അപ്പുറത്ത് പോയി റെസ്റ്റ് എടുക്കാം. ശരിയാ ഒരു സൂപ്പറുണ്ട്. ഹലോ ഹലോ, നീ ഇന്നലത്തെ റൊണാൾഡോയുടെ കളി കണ്ടായിരുന്നാ? എന്ത് തുളുമ്പം കളിയായിരുന്നു അറിയോ? നീ കളി കണ്ടോ? ഒരു 5 പ്ലേയർ പേര് പറയോ? ഞാൻ കളി കണ്ടു. പ്ലെയറിന്റെ പേര് പറഞ്ഞു 5 പ്ലെയറിന്റെ പേര് എനിക്ക് പറയാൻ പറ്റില്ല, വേണമെങ്കിൽ നമ്പർ അറിയാം. 1 2 3 എന്താ മതി 4. സ്പെയിൻ അർജന്റീന അല്ലാതെ വേറെ ഏതെങ്കിലും ടീം പേര് പറയൂ. അതൊക്കെ നമുക്കറിയാം. സീസണൽ ഫുട്ബോൾ വാണെങ്കിൽ നേരമില്ല. പോകാതെ തമ്പി, ഇങ്ങോട്ട് വാ. എടാ ഇങ്ങ് വാടാ. ശരി വാങ്ങ ഉക്കാറല. അല്ലെങ്കിൽ നമുക്ക് ഫുട്ബോൾ അല്ലാതെ വേറെ എന്തെങ്കിലും സംസാരിക്കാം. 130 കോടി ജനങ്ങളുണ്ടായിട്ട് ഇന്ത്യയിൽ എന്താണ് നമുക്ക് കളിക്കാരില്ലാതെ? യെസ് മാൻ, യു ആർ റൈറ്റ്. ഞാൻ തന്നെ 4ാം ക്ലാസ്സിൽ ഡോക്ടർ ആവാൻ വേണ്ടി എന്റെ ഫുട്ബോൾ അയച്ചു വെച്ചാണ്. യു നോ ദാറ്റ് റൈറ്റ്? പിന്നീട് എന്താ പറ്റി? പിന്നെ 5ാം ക്ലാസ്സിൽ നീ ആയിട്ട് കമ്പനി ആയത്. മോനെ ഒരു പപ്സ് ഉണ്ടോ? ആപ്സ് ഒന്നും ഇല്ല. എടാ നിന്നോടല്ലടാ ഞാൻ ചോദിച്ചേ ഇന്നത്തെ ഒരു കത്തെഴുതി തരാൻ വേണ്ടിട്ട് അവർക്ക് വേണ്ടിട്ട്. എന്റെ പാവച്ചിയുടെ ബർത്ത്ഡേ ആയിരുന്നല്ല. നീ CBSE കൊണ്ട് മാത്രമാണ് ഞാൻ നിന്നോട് ഇംഗ്ലീഷിൽ ഒരു കത്തെഴുതി തരാൻ പറഞ്ഞത്. എന്തേ? എവിടെ? എടാ ഇന്നലെ വീട്ടിൽ കറണ്ട് ഇല്ലായിരുന്നു. എടാ മെഴുകുതിരില്ലടാ. അതിന് തീപ്പെട്ടി വേണ്ടേ? തീപ്പെട്ടി എടുത്തൂടെ? അത് പൂജാമുറി ഇരിക്കായിരുന്നു. എടാ പൂജാമുറി എടുത്തൂടെ? അതിന് ഇന്നലെ കുളിച്ചിട്ടില്ലായിരുന്നു. കുളിച്ചൂടെ? എടാ കുളിക്കാൻ വെള്ളം വേണ്ടേ? എടാ മോട്ടർ അടിച്ചൂടെ? അതല്ലേടാ നിന്റെ അടുത്ത് ഞാൻ ആദ്യം പറഞ്ഞ വീട്ടിൽ കറണ്ട് ഇല്ലായിരുന്നു. ഇനി മേല ഈ പരിപാടിക്ക് എന്നെ വിളിക്കരുത്. ജമാല് പോയിട്ട് അവൻ എവിടെയും പോയില്ല, അവൻ തിരിച്ചു വരും. നീയൊക്കെ കാരണം ഇവിടെ കാലകത്ത് പറ്റി നിൽക്കാൻ പറ്റില്ല. അതൊക്കെ പറ്റും അല്ല പറ. പിന്നെ ഹലോ ആച്ചി. ഹലോ, ആരാണ് നിന്റെ പാവച്ചി? ഞാനല്ലാണ്ട് ആര്? നീ അല്ലെങ്കിൽ പിന്നെ അടുത്തവൻ വെച്ചിട്ട് പോടാ.